നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വക്കീലന്മാർക്ക് വിടുതലില്ല. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ അഭിഭാഷകർ നൽകിയ വിടുതൽ ഹർജി കോടതി തള്ളി. വിചാരണ കോടതി തള്ളിയത് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിവർ നൽകിയ ഹർജി. കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരായ കുറ്റം. അതേസമയം ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായക രേഖകൾ നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി നിരസിച്ചു. ആവശ്യമായ രേഖകൾ കൈമാറിക്കഴിഞ്ഞെന്നും സുപ്രധാന രേഖകൾ നൽകാനാവില്ലെന്നും കോടതി. പ്രതികളായ അഭിഭാഷകരുടെ ഹർജി പരിഗണിക്കെ കോടതി നടത്തിയത് രൂക്ഷ വിമർശനം. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി തയ്യാറാണ്. ഇതിന് പ്രതികൾ കൂടി സഹകരിക്കണമെന്നും പ്രതികളുടെ ഹർജികൾ തുടരെ എത്തുന്നതാണ് വിചാരണയ്ക്ക് തടസ്സമെന്നും കോടതി. അമ്മയിൽ വെടിമുഴക്കം. താരസംഘടനയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി 4 നടിമാരുടെ കൂട്ടരാജി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് പുറമെ അമ്മ വിട്ടത് ഗീതു മോഹൻദാസ്, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ എന്നിവർ. ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുത്തതുകൊണ്ടല്ല രാജിയെന്നും അമ്മയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് മോശം അനുഭവമെന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദിലീപിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംഘടന എപ്പോഴും സ്വീകരിച്ചതെന്നും സംഘടനയിൽ തുടരുന്നതിൽ ഇനി അർത്ഥമില്ലെന്നും നടി. സിനിമയിൽ തന്റെ അവസരങ്ങൾ തട്ടിമാറ്റിയത് ദിലീപെന്നും അമ്മയോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നും ആക്ഷേപം. അതേസമയം നടിമാരുടെ രാജിയിൽ പ്രതികരിക്കാതെ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും മുൻ പ്രസിഡന്റ് ഇന്നസെന്റും. രാജി തീരുമാനം വളരെ നേരത്തെ എടുക്കേണ്ടതായിരുന്നുവെന്ന് നടി ഗീതു മോഹൻദാസും അമ്മയുടേത് നിരുത്തരവാദിത്തപരമായ നിലപാടെന്ന് രമ്യ നമ്പീശനും. മലയാള സിനിമയെ സ്ത്രീ സൗഹൃദ ഇടമാക്കി മാറ്റാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നും വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ഫേസ്ബുക്ക് പേജിൽ രമ്യ. ടോം ജോസ് ചീഫ് സെക്രട്ടറി. പുതിയ ചീഫ് സെക്രട്ടറിയായി ടോം ജോസിനെ നിയമിക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിയമനം ചീഫ് സെക്രട്ടറി പോൾ ആന്റണി 30-ന് വിരമിക്കുന്ന ഒഴിവിൽ. നിലവിൽ നികുതി, തൊഴിൽ, ജലവിഭവം എന്നീ വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ടോം ജോസിന്റെ സർവീസ് കാലാവധി 2020 മെയ് 31 വരെ. ടോം ജോസിനെ സർക്കാർ പരിഗണിച്ചത് സീനിയർ IAS ഉദ്യോഗസ്ഥരായി കേന്ദ്ര സർവീസിൽ തുടരുന്ന AK ദുബെ, അരുൺ സുന്ദർരാജ് എന്നിവർ സംസ്ഥാനത്തേക്ക് തിരികെ വരാൻ താൽപര്യപ്പെടാത്ത സാഹചര്യത്തിൽ. മതഭ്രാന്തിന്റെ കുരുക്കിൽ. കേരളത്തിൽ വീണ്ടും IAS റിക്രൂട്ട്മെന്റ്. കാസർഗോഡ് 2 കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളടക്കം 11 പേരെ കാണാതായതായി റിപ്പോർട്ട്. കാസർഗോഡ് മൊഗ്രാലിൽ നിന്നും ഉപ്പളയിൽ നിന്നും ദുബായിലേക്ക് തിരിച്ച കുടുംബങ്ങളെയാണ് പിന്നീട് കാണാതായത്. ഇവരെക്കുറിച്ച് ജൂൺ 15 മുതൽ വിവരമൊന്നുമില്ലെന്ന് ബന്ധുക്കൾ. കാണാതായവർ പുറപ്പെട്ടത് ദുബായിൽ 2 വർഷത്തിലേറെയായി ബിസിനസ് നടത്തുന്ന സബാദിനടുത്തേക്ക്. എന്നാൽ ഇവർ ദുബായിൽ എത്തിയിട്ടില്ലെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനിടെ താനും കുടുംബവും യമനിലെത്തിയതായി സബാദിന്റെ ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക്. വിദ്യാഭ്യാസ ആവശ്യത്തിനായി യമനിലേക്ക് പോകുന്നു എന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. വിഷത്തിൽ മയങ്ങി മത്സ്യവിപണി. സംസ്ഥാനത്ത് ഫോർമാലിൻ കലർന്ന മീൻ വ്യാപിച്ചതോടെ മത്സ്യവിപണി രൂക്ഷ പ്രതിസന്ധിയിൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മീനുകൾക്ക് ഗുണനിലവാരമുണ്ടെന്ന വാദം നിലനിൽക്കുന്നുണ്ടെങ്കിലും മീനുകൾക്ക് 2 ഇരട്ടി വില കുറഞ്ഞു. കൊല്ലം ആര്യങ്കാവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഫോർമാലിൻ കലർന്ന മീനിന്റെ രാസപരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. അതിനിടെ രോഗപ്രതിരോധ ശേഷിയെ ഗുരുതരമായി ബാധിക്കുന്ന ആന്റിബയോട്ടിക് ഉപയോഗിച്ച ചെമ്മീൻ കേരളത്തിലേക്ക് എത്തുന്നതായും കണ്ടെത്തൽ. അന്യസംസ്ഥാനങ്ങളിൽ വൻതോതിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ചെമ്മീൻ വളർത്തുന്നത് വേഗത്തിൽ വളർച്ചയെത്തിക്കാം. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നും റിപ്പോർട്ട്. ചെമ്മീനിലെ ആന്റിബയോട്ടിക് ഉപയോഗം മത്സ്യകൃഷിയിൽ ആന്റിബയോട്ടിക്കുകൾ പാടില്ലെന്ന ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി. നികുതിയിൽ വിമർശനം. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് 100%-ലധികം ഇറക്കുമതി ചുങ്കം ചുമത്തുന്നത് അവസാനിപ്പിക്കണം എന്ന് പ്രസിഡന്റ്. തീരുവയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും സമവായ ചർച്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ വിമർശനം. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്ന അമേരിക്കൻ നയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് ട്രംപിന്റെ പ്രതികരണം. മറ്റ് രാജ്യങ്ങളുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും വഴങ്ങാത്ത സാഹചര്യത്തിൽ നികുതി വർധന തീരുമാനം പിൻവലിക്കില്ലെന്നും പ്രസിഡന്റ്. അടുത്തയാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.